അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പുതിയ തെളിവുകൾ തേടി ക്രൈംബ്രാഞ്ച്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ഡോക്ടർ എം.കെ. റാമിനെ ഡിവൈഎസ്പി ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. റാമിന്റെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം തുടർച്ചയായി നിഷേധിക്കുകയാണ് റാം. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ എം.കെ. റാമിനെ 5 ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. നിതിൻ രാജിനെ മാനസികമായി പീഡിപ്പിച്ചതായ ആരോപണം ഡോക്ടർ എം.കെ. റാം നിഷേധിക്കുകയാണ്. പഠനകാര്യങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികളെ ശാസിച്ചിട്ടില്ലെന്ന് ഡോക്ടർ എം.കെ. റാം ആവർത്തിച്ചു. പരീക്ഷകളിൽ തുടർച്ചയായി മാർക്ക് കുറഞ്ഞ 4 കുട്ടികളെ ശാസിച്ചിരുന്നു. അത് ആ കുട്ടികളുടെ നന്മയ്ക്കു വേണ്ടിയും പഠനത്തിൽ ശ്രദ്ധിക്കാനുമാണ്. നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് ഏപ്രിൽ 10-നാണ്. അതിന്റെ അടുത്ത ദിവസങ്ങളിലൊന്നും വഴക്കു പറഞ്ഞിരുന്നില്ല. ഈ ആത്മഹത്യക്ക് മറ്റ് കാരണങ്ങൾ ഉണ്ടാകാം. അത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന മറുചോദ്യമാണ് റാം ഉയർത്തുന്നത്. നിതിൻ രാജിന്റെ ആത്മഹത്യക്ക് ശേഷം മാനസികമായി തളർന്നത് താനും കുടുംബവുമാണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ വിചാരണയെന്നും സങ്കടത്തോടെ റാം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. നിതിൻ രാജിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം റാമിന്റെ ഭാഗത്തു നിന്ന് എന്ത് ഇടപെടൽ ഉണ്ടായി എന്നതാണ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നത്. റാമിന്റെ തുളിച്ചേരിയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. റാമിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. റാമിന്റെ ക്ലിനിക്കുകളിലും അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലും ബുധനാഴ്ച ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തും. നിതിൻ രാജ് ആത്മഹത്യക്ക് മുമ്പ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചിരുന്നു. ആ സമയം റാം എവിടെയാണ് ഉണ്ടായിരുന്നത്, ആ മുറിയിൽ ഉണ്ടായിരുന്ന അധ്യാപകർ റാമിനെ കണ്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും. റാം ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.